തൻ്റെ റൂമിലെ ജനാലയുടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ജെസ്സി. മനസ്സിലെ സംഘർഷത്തിന്റെ ഫലമായി അവളുടെ കൈവിരലുകൾ ജനൽക്കമ്പിയിൽ അമർന്നു മുറുകുന്നുണ്ടായിരുന്നു. അതിനൊപ്പം അവളുടെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. ജെസ്സി. പിറയിൽ നിന്ന് കൃഷ്ണയുടെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോഴാണ് ജെസ്സി ആലോചനയിൽ നിന്ന് ഉണർന്നത്. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. എന്താ കിച്ചു? ഉള്ളിലെ ക്രോധമെന്ന വികാരം കടിച്ചമർത്തിക്കൊണ്ട് ജെസ്സി സൗമ്യമായി ചോദിച്ചു. നിനക്ക് ദേഷ്യമാണോ എന്നോടും ജോയോടും? കൃഷ്ണ സങ്കടത്തോടെ തലതാഴ്ത്തി. എന്തിന്? ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത്? എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം തോന്നുന്നത്. ജോയിച്ചായൻ പറഞ്ഞതാ ശരി. ആരോടും ദേഷ്യവും വാശിയും ഒന്നും വേണ്ട. അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഞാനത് ആദ്യം കാണിക്കേണ്ടിയിരുന്നത് ജിബിച്ചനോടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. എനിക്ക് മറ്റുള്ളവരോടും ദേഷ്യം കാണിക്കാനുള്ള അർഹതയില്ല. പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. ജെസ്സി ക്ഷമ ചോദിക്കും പോലെ പറഞ്ഞു. എന്താടി ഇത്? നീ തെറ്റുകാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ? ആരോടും ദേഷ്യവും വാശിയും വേണ്ടെന്നല്ലേ ജോ പറഞ്ഞത്? അങ്ങനെ മതി ജെസ്സി. എനിക്കറിയാം ലിയ എന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല. കുട്ടിക്കാലം മുതൽ അവളുടെ മനസ്സിൽ അവളുടെ വരനായി പറഞ്ഞു പിടിപ്പിച്ചിരുന്ന ജോയെ ഞാൻ അവളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന തോന്നൽ കൊണ്ടാണ്. അതിനവളെ തെറ്റു പറയാൻ കഴിയില്ല. എൻ്റെ ജോയെ മറ്റാരെങ്കിലും എന്നിൽ നിന്ന് തട്ടിയെടുത്താൽ വെറുതെ വിടാൻ കഴിയോ എനിക്കവരെ? അത്രേ ചെയ്തുള്ളൂ അവളും. അവളുടെ മമ്മിയുടെ വാക്ക് കേട്ട് എന്നെ ജോയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. റയാൻ്റെ കൂടെ കൂടിയപ്പോൾ അതിനുള്ള വഴി എന്നെ കൊല്ലുക എന്നുള്ളതായി. പക്ഷേ അപ്പോഴും അവളത് ചെയ്തില്ല. എന്നെ കൊല്ലാൻ വന്നവരെ സഹായിച്ചതും ഇല്ല. എൻ്റെ കുഞ്ഞിന് അവളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിരുന്നെങ്കിലും അങ്ങനെയൊന്നും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ആഗ്രഹിച്ചാൽ പോലും അവളത് ചെയ്യില്ല. കാരണം അവൾ കുരിശിങ്കൽ സേവ്യറിൻ്റെ കൊച്ചുമകളാണ്. കൃഷ്ണ ഉറപ്പോടെ പറഞ്ഞു. ജെസ്സിയും അത് സമ്മതിക്കും പോലെ തലയനക്കി. അപ്പോഴാണ് ഡോറിനടുത്ത് നിന്നും ആര്യയുടെ കരച്ചിൽ ചില്ലുകൾ കേൾക്കുന്നത്. ജെസ്സിയുടെയും കൃഷ്ണയുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു. വാതുക്കൽ നിന്ന് തേങ്ങിക്കരയുന്ന ലിയെ കണ്ടപ്പോൾ ദേഷ്യമാണോ പകരം സഹതാപമാണോ തോന്നുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നുപോയി ജെസ്സി. പക്ഷേ കൃഷ്ണയ്ക്കുള്ളിൽ മറ്റൊരു കാര്യവും തോന്നിയില്ല. അവളോട് ക്ഷമിക്കാൻ കൃഷ്ണയും ജോയലും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ലിയ. എന്താ ഇത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവളുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കൃഷ്ണ ചോദിച്ചു. എന്നോട് ക്ഷമിക്കു കൃഷ്ണ. ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി. എല്ലാം തെറ്റായിരുന്നു. ഞാൻ ജോയിച്ചാനെ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും പോലെ എൻ്റെ ഇച്ഛാനായി കരുതിയാൽ മതിയായിരുന്നു. മമ്മിയുടെ ഉപദേശങ്ങൾ കേട്ടു വളർന്ന എനിക്ക് അതായിരുന്നു എന്നും വലുത്. മമ്മി പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. അതിൻ്റെ പിന്നിലെ വരും വരായികളെക്കുറിച്ച് ഒരിക്കലും ഓർത്തിട്ടില്ല. എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവരോടൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ കാലം ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമായി ചുരുങ്ങിപ്പോയി. ജോയൽ എന്ന വ്യക്തിയെ സ്വന്തമാക്കണമെന്നും കുരിശിങ്കൽ തറവാട്ടിൽ അധികാരത്തോടെ ജീവിക്കണമെന്നും മമ്മി പറഞ്ഞപ്പോൾ ഞാനും അതിൽ വീണുപോയി. അതുവരെ സ്വന്തം സഹോദരനായി കണ്ട ആളെ ഞാൻ പിന്നീട് എൻ്റെ വരനായി കണ്ടുപോയി. തെറ്റായിപ്പോയി, വലിയ തെറ്റ്. നിന്നെ ദ്രോഹിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. കൊല്ലണമെന്ന് പോലും ആഗ്രഹിച്ചു. അതിനുവേണ്ടി പല വൃത്തികേടുകളും ചെയ്തു. റയാൻ്റെ മുന്നിൽ എൻ്റെ ശരീരം പോലും കാഴ്ചവെച്ചു. പക്ഷേ ഞാൻ നിൻ്റെ കുഞ്ഞിനെ കൂട്ടു നിന്നിട്ടില്ല കൃഷ്ണ. എന്നെ വിശ്വസിക്കണം. എനിക്ക് മാപ്പ് തരണം. അത്രയും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലിയ കൃഷ്ണയുടെ കാലുകളിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. ഹേയ് ലിയ, നീ എന്തായി ചെയ്യുന്നത്? എഴുന്നേൽക്ക്. നിലത്ത് നിന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കൃഷ്ണ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരയണ്ട ലിയ. നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. നീ ചെയ്ത തെറ്റുകൾ ഒരിക്കലും ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. തെറ്റെന്നും തെറ്റ് തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞുപോയി. ഇനി പുതിയ ലിയയായി എല്ലാവർക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഇവിടെയുള്ള എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കും നിന്നെ വേണം ഒരു നല്ല കൂടപ്പറപ്പായി. അതുകൊണ്ട് ഇനി ഈ സങ്കടമൊന്നും വേണ്ട. പിന്നെ കുരിശിങ്കൽ തറവാട്ടിലെ കൊച്ചുമകൾ പിഴച്ചുവെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. നീ റയാനൊപ്പം എങ്ങനെ കഴിഞ്ഞുവെന്ന് ഇവിടെ ആരും നിന്നോട് ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കാനും പോണില്ല. നീയായി ആരോടും ഒന്നും പറയാനും നിൽക്കണ്ട. കൃഷ്ണ ഉപദേശം പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ പാറിപ്പറന്ന മുടിയിഴകൾ മാടി ഒതുക്കി വെച്ചു കൊടുത്തു. ലിയ അവളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് അവളുടെ കണ്ണുകൾ നീണ്ടത് ജെസ്സിയിലേക്കാണ്. എന്നോട് ക്ഷമിക്കാൻ കഴിയോ ജെസ്സി നിനക്ക്? ലിയ അവളെ ദയനീയമായി നോക്കി. നിന്റെ ഈ കണ്ണുനീരിൽ സത്യമുണ്ടെങ്കിൽ ഉറപ്പായി നിന്നോട് ക്ഷമിക്കും. അതല്ല ഇതൊക്കെ അഭിനയമാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് നീ തീരും. ജെസ്സി അവസാന വാക്കെന്നോണം പറഞ്ഞു. ഇല്ല ജെസ്സി, ഇനി ഒരിക്കലും ലിയോണ വഴിപിഴച്ചു പോവില്ല. ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്നും പോവും. കൃഷ്ണയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞു. ഇനി എനിക്ക് പോകണം. ലിയ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. എവിടെ പോകാൻ? നീ എന്താ പറഞ്ഞു വരുന്നത്? കൃഷ്ണ അവളെ സംശയത്തോടെ നോക്കി. ഒന്നുമില്ല കൃഷ്ണ, ഞാൻ പൊയ്ക്കോളാം. എനിക്കിവിടെ പറ്റില്ല. എല്ലാവരെയും വഞ്ചിച്ച ദ്രോഹിയാണ് ഞാൻ. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ട് പോകണം.
ലിയയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറ്റബോധം കൊണ്ട് അവളുടെ തല താണു. ഏയ്, നീ എവിടെ പോകാനാ? എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ വേണം ഞങ്ങൾക്കൊപ്പം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് മറ്റൊന്നും തോന്നരുത്. കൃഷ്ണ മുഖവുരയോടെ പറഞ്ഞു നിർത്തി. ജെസ്സിയും ലിയയും എന്താ എന്ന പോലെ സംശയത്തോടെ അവളെ നോക്കി. നീയോ ജാൻസി ആൻറ്റിയോ ജോയലിന് പകരം കുരിശിങ്കലുള്ള മറ്റൊരാളെ നിന്റെ വരനായി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കൃഷ്ണയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. കിച്ചു, എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ജെസ്സി കൃഷ്ണയുടെ കൈ പിടിച്ച് തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു. ലിയയുടെ മുഖത്തും അതേ സംശയം തന്നെയായിരുന്നു. അത് ഇവിടെയുള്ള മറ്റൊരാൾക്ക് ലിയെ ഇഷ്ടമായിരുന്നു ഒരുപാട്. പക്ഷേ ഇവളുടെ ഇഷ്ടം ജോ ആണെന്നറിഞ്ഞപ്പോൾ അയാൾ സ്വയം ഒഴിഞ്ഞുമാറുകയായിരുന്നു. അതാരും കണ്ടില്ല. ആ മനുഷ്യനെ ആരും മനസ്സിലാക്കിയില്ല. ആ മനുഷ്യൻ്റെ വേദനയും ആരും കണ്ടില്ല. കൃഷ്ണ വേദനയോടെ പറഞ്ഞു. നീ നീ ആരുടെ കാര്യമാ കിച്ചു പറയുന്നത്? ജോയിച്ചാനെ അല്ലാതെ മറ്റാരാണെന്ന് പറയുമ്പോൾ പിന്നെ ആരാ ഇവിടെ ഉള്ളത്? അതൊരിക്കലും ജിബിച്ചനല്ല. അയാൾ സ്നേഹിച്ചത് നിന്നെയാണ്. അപ്പോൾ എൻ്റെ ജോവിച്ചാനെയാണോ നീ പറയുന്നത്? ജെസ്സിയുടെ തൊണ്ടയിടറി. അവളുടെ ചോദ്യത്തിന് മറുപടിയായി കൃഷ്ണ അതേ എന്ന് തലയനയ്ക്ക് കാണിച്ചു. ജെസ്സി ഞെട്ടലോടെ കൃഷ്ണയുടെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് രണ്ടടി പിറകിലേക്ക് നീങ്ങിപ്പോയി. ലിയയും തറഞ്ഞു നിന്നുപോയി. കിച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? ജോബിച്ചായന് ഇങ്ങനെ ഒരു ഇഷ്ടം? ഇതൊന്നും ഞാൻ ജെസ്സിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. സത്യമാണ് ജെസ്സി, ജോബിച്ചായന് ഇഷ്ടമാണ് ഇവളെ. ഇപ്പോഴും ആ മനസ്സിൽ ഇവൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കണ്ണ് തുറന്നു നോക്കിയിരുന്നെങ്കിൽ അറിയാൻ കഴിയുമായിരുന്നു ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന ഇവളോടുള്ള പ്രണയം, ആ ഉള്ളിലെ വേദന. ജോബിൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല ജെസ്സി. മറ്റുള്ളവർക്ക് വേണ്ടി എന്നും ജീവിക്കാനേ ആ പാവത്തിന് അറിയൂ. ഉള്ള നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. പക്ഷേ എല്ലാവർക്കും മുന്നിൽ ഗൗരവക്കാരനും ദേഷ്യക്കാരനുമാണ് കുരിശിങ്കൽ ജോബിൻ ജോൺ. ശരിയാണ്, കൂടെ നിന്ന് ചതിക്കുന്നവരെ വെട്ടിവീഴ്ത്തും ജോബിൻ. പക്ഷേ അപ്പോഴും ആ കണ്ണുകളിൽ വേദന മാത്രമായിരിക്കും. അത് കണ്ടറിഞ്ഞുകൊള്ളാം ഞാൻ. എന്തേ നീ മനസ്സിലാക്കിയില്ല ആ മനുഷ്യന് നിന്നോടുള്ള വികാരത്തെ? ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നെങ്കിൽ കാണാമായിരുന്നു നിനക്ക്. അത്രയും നിന്നെ സ്നേഹിച്ചിരുന്നു ആ മനുഷ്യൻ. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജെസ്സിയും കരയുകയായിരുന്നു. ജോബിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നുവെന്നത് ജെസ്സിക്ക് പുതിയ അറിവായിരുന്നു. അവൾ അറിയാതൊന്ന് തേങ്ങിപ്പോയി. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു ലിയ. ജോബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്നുണ്ടെന്ന് ഒരിക്കലും അവൾ അറിഞ്ഞിരുന്നില്ല. ആ സത്യം അവളെ ആകെ തളർത്തി. ഒന്ന് കരയാൻ പോലും കഴിയാതെ ഭിത്തിയിലൂടെ ഊർന്ന് അവൾ നിലത്തേക്കിരുന്നു. ഞാനൊരു ക്രൂരയായിരുന്നു അല്ലേ? അറിഞ്ഞും അറിയാതെയും ഞാൻ എല്ലാവരെയും ദ്രോഹിക്കുമായിരുന്നു. ജോബിച്ചായൻ എന്നെ സ്നേഹിച്ചോ? എന്നിട്ടെന്താ എന്നോടൊന്നും പറയാതിരുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വിഡ്ഢിയാ ഞാൻ. ഒന്നും മനസ്സിലാക്കാനും സ്വന്തമായ തീരുമാനങ്ങളും ഇല്ലാത്ത ഒരു വിഡ്ഢി. ആരുടെയൊക്കെയോ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായി പോയല്ലോ ഞാൻ. എന്തിനാ കർത്താവേ ഇങ്ങനൊരു ജന്മം നീ എനിക്ക് തന്നത്? ഓരോന്ന് പറഞ്ഞ് മുഖം പൊട്ടിക്കരഞ്ഞുപോയി ലിയ. അവളോട് എന്തു പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ അറിയാതെ നിന്നുപോയി കൃഷ്ണയും ജെസ്സിയും. പുറത്തു പോയി തിരികെ വന്നുടനെ കൃഷ്ണയെ തിരഞ്ഞു നടക്കുകയാണ് ജോയൽ. താഴെയൊക്കെ അവളെ അന്വേഷിച്ചെങ്കിലും അവളെ അവിടെയൊന്നും കാണാതെ നേരെ റൂമിലേക്ക് പോന്നു അവൻ. റൂമിലെത്തി അവിടെയാകെ അവളെ തിരഞ്ഞെങ്കിലും റൂമിനുള്ളിൽ അവളുണ്ടായിരുന്നില്ല. കൃഷ്ണ, ഈ പെണ്ണിതെവിടെ പോയി? വാച്ചും അഴിച്ച് ടേബിളിലേക്ക് വെച്ച് ഷർട്ടഴിച്ച് ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് അവനൊരു സംശയത്തോടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവൻ പ്രതീക്ഷിച്ചതുപോലെ ബാൽക്കണിയിലെ സിൻചെയറിൽ ഇരിപ്പുണ്ട് കൃഷ്ണ. ആളവിടെ ഉണ്ടെങ്കിലും ശ്രദ്ധ മറ്റെന്തിലോ ആണെന്ന് അവന് മനസ്സിലായി. അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് പുറകിലൂടെ അവളുടെ കഴുത്തിൽ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. നീ വന്നോ ജോ? അവൻ്റെ കൈക്കുള്ളിൽ തൻ്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. പിന്നെ വരാതെ. എൻ്റെ പ്രിയതമ ഇവിടെ എന്നെയും കാത്തിരിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിയുമോ? കഴുത്തിൽ നിന്ന് കൈയെടുത്ത് മുന്നിലേക്ക് വന്ന് അവളോട് ചേർന്നിരുന്നു കൊണ്ട് ജോയൽ പ്രണയത്തോടെ പറഞ്ഞു. അവനെ ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് കൃഷ്ണ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എന്താണ് പതിവില്ലാതെ വിദൂരതയിലേക്ക് കണ്ണും നട്ടൊരു ഇരിപ്പൊക്കെ? എന്താ കാര്യം? അവളുടെ നെറുകയിൽ നേർമയായി മുത്തുന്നതിനൊപ്പം അവൻ കുറുമ്പോടെ ചോദിച്ചു. ഞാൻ ലിയോട് ജോബിച്ചായൻ്റെ കാര്യം പറഞ്ഞു ജോ. അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ നിർവികാരമായി പറഞ്ഞു. പറഞ്ഞോ? എന്നിട്ട് അവളെന്തു പറഞ്ഞു? ജോയലിന് ആകാംക്ഷയായി. ഒന്നും പറഞ്ഞില്ല. അവളാകെ തളർന്നതുപോലെ. ഇപ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ജോ. ഞാൻ എടുത്തു ചാടിയതുപോലെ. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടാ. അവളിപ്പോഴല്ലേ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കിയത്. എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ അവൾക്ക് സമയം കൊടുക്കണം. പിന്നെ ജോബിച്ചായന് അവളെ ഇനി പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇച്ചായൻ്റെ മനസ്സിലെ ഇഷ്ടം തിരിച്ചറിയാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല. നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവളെ ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയേനെ. ഇതിപ്പോൾ ഒരുപാട് വൈകിയതുപോലെ. അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു.
നമുക്ക് ഇച്ചായനോടൊന്ന് സംസാരിച്ചാലോ ജോ? അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. സംസാരിക്കാം. പക്ഷേ എന്ത് സംസാരിക്കും? ലിയെ സ്വീകരിക്കാൻ പറയണോ? അതോ അവളെ മറക്കാനോ? എന്താണ് നമ്മൾ പറയുക? ഞാനുൾപ്പെടെ എല്ലാവരും ചേർന്ന് ചതിച്ചിട്ടേ ഉള്ളൂ ആ മനുഷ്യനെ. ഇനി എന്തെങ്കിലും ആ മുഖത്ത് നോക്കി പറയാനുള്ള യോഗ്യതയുണ്ടോ നമുക്ക്? ജോയലിൻ്റെ ചോദ്യത്തിന് കൊടുക്കാൻ മറുപടി ഉണ്ടായിരുന്നില്ല കൃഷ്ണയ്ക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ജോ? ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? അവർ ഇരുവരുടെയും മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. കൃഷ്ണ വീണ്ടും സങ്കടത്തോടെ ജോയലിൻ്റെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു. ഒരു വഴിയുണ്ട് കൃഷ്ണ. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ജോയൽ പറഞ്ഞു. എന്തു വഴി? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അവനിൽ നിന്ന് അടർന്നു മാറി നേരെ ഇരുന്നു കൊണ്ട് കൃഷ്ണ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരുപാട് എക്സൈറ്റഡ് ആവണ്ട, അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. കൃഷ്ണയുടെ മുഖത്തെ ആകാംക്ഷ കണ്ട് ജോയൽ ആദ്യം തന്നെ പറഞ്ഞു. വെറുതെ ടെൻഷൻ ആകാതെ എന്താണെങ്കിലും പറയൂ ജോ. പ്രത്യേകിച്ചൊന്നും അല്ലടി, ലിയോയോട് പറയാം ഇച്ചായനോട് സംസാരിക്കാൻ. ജോയൽ ഒരു മാർഗമെന്ന പോലെ പറഞ്ഞു. അവൾ സംസാരിക്കുമോ? അതിപ്പോൾ എങ്ങനെയാ ജോ? ജോബിച്ചായന് അവളെ കാണുന്നത് പോലും ഇപ്പോൾ ദേഷ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ അവൾ സംസാരിക്കാൻ ചെന്നാൽ ഇച്ചായൻ അതിന് നിന്നു കൊടുക്കുമോ? അല്ലെങ്കിൽ തന്നെ എന്താ അവളെ കൊണ്ട് സംസാരിപ്പിക്കുക? കൃഷ്ണ നിരാശയോടെ ചോദിച്ചു. പ്രത്യേകിച്ച് എന്താ? ജോബിച്ചായൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ടെന്ന് ഇച്ചായനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നീയല്ലേ അത് കണ്ടുപിടിച്ചത്. അങ്ങനെയല്ലേ എല്ലാവരും അതറിഞ്ഞത്. ഇപ്പോഴും ആ കാര്യത്തിൽ നേരിട്ട് നമുക്കൊരു വ്യക്തത ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ലിയയെ ഉപയോഗിച്ച് ജോബിച്ചായൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയണം. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ലിയോയുടെ പ്രസൻസിൽ അത് താനെ പുറത്തു വന്നോളും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരവസരമുണ്ടാക്കി ലിയെ ഇച്ചായൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. പിന്നെ എന്തുണ്ടെങ്കിലും അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും. എൻ്റെ ജോ, നിന്റെ ഈ പൊട്ടത്തലയിൽ ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നോ? ജോയൽ പറഞ്ഞു നിർത്തിയതും അവനെ നോക്കി കൃഷ്ണ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, നീ എന്നെപ്പറ്റി എന്താ കരുതിയത്? അവൻ ഗമയോടെ പറഞ്ഞു. ഞാൻ കരുതിയത് നീ ഒരു മണ്ടനാണെന്നാ. അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞതൊക്കെ സത്യമാണോ എന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ നീ എന്നെ തള്ളി പറയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ചോദിക്കാമായിരുന്നു, എൻ്റെ കൃഷ്ണ, നീ എന്നെ പറ്റിക്കായിരുന്നോ എന്ന്. ഇത് അതുമില്ല, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്നെ ഒരു വഴിക്കാക്കി. ചേട്ടനും അനിയനും വല്യപ്പച്ചനും എല്ലാം ഒരേ ജനിസ് തന്നെ. കൃഷ്ണ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഓ, ഇനി അതിന്മേ തൂങ്ങിക്കോ. ജോയൽ ചുണ്ടുകൂട്ടി. അല്ല, എന്നെയും ഇച്ചാനെയും പറഞ്ഞത് ഓക്കെ. പക്ഷേ നീ എന്തിനാ ഇപ്പോൾ വല്യപ്പച്ചനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയത്? പെട്ടെന്ന് ഓർത്തതുപോലെ ജോയൽ ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ലാത്തൊരു കാര്യത്തിന് കാരണവർ എൻ്റെ മുത്തശ്ശനുമായി ശത്രുതയിലാവുമോ? ജോയൽ ചോദിച്ചത് മറിച്ചൊന്നും ആലോചിക്കാതെ കൃഷ്ണ എടുത്തു ചാടി അവനെ അടിക്കും പോലെ പറഞ്ഞു. എന്താ? അവൾ പറഞ്ഞത് മനസ്സിലാകാതെ അവൻ വീണ്ടും എടുത്തു ചോദിച്ചപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് കൃഷ്ണയ്ക്കും ഓർമ്മ വന്നത്. അവൾ അബദ്ധം പറ്റിയതുപോലെ തലയിൽ കൈവച്ചുകൊണ്ട് നാവ് കടിച്ചു. എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ജോയൽ അവളെ ചൂഴ്ന്നു നോക്കി. അതൊന്നുമില്ല ജോ. കൃഷ്ണ വേഗം അവനടുത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറഞ്ഞിട്ട് പോയാൽ മതി. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അതിപ്പോൾ പറയാൻ കഴിയില്ല ജോ. അവസരം വരുമ്പോൾ ഞാൻ പറയാം. നിന്നോട് പറഞ്ഞിട്ടേ മറ്റാരോടും പറയൂ. അവൻ്റെ കവളിൽ ഒരു മുത്തവും കൊടുത്തുകൊണ്ട് അവൾ അവൻ്റെ ചെവിയിലായി മെല്ലെ പറഞ്ഞു. അവളുടെ ആ നീക്കത്തിൽ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ചു. ഞാനറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ കുഞ്ഞു തലയിലുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് പറയാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ കാത്തിരുന്നോളാം. അവളുടെ കാതിൻ തുമ്പിൽ മെല്ലെ കടിച്ചു വിട്ടുകൊണ്ട് അവൻ ആർദ്രമായി പറഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് അവനിലെ ചൂടുപറ്റി അവൾ ഏറെ നേരം അങ്ങനെ കിടന്നു. കൃഷ്ണയും ജോയലും പ്ലാൻ ചെയ്തതുപോലെ ലിയയെയും ജോബിനെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നീക്കത്തിലായിരുന്നു പിന്നീട് ഇരുവരും. അവർക്കൊപ്പം കട്ടയ്ക്ക് തന്നെ ജെസ്സിയും ഉണ്ടായിരുന്നു. അതിനായി പല വഴികളും നോക്കിയെങ്കിലും ജോബിൻ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ലിയയാണെങ്കിൽ കുരിശുങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന തീരുമാനത്തിലുമായിരുന്നു. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു അവൾ. ഇത് അവസാനത്തെ ശ്രമമാണ്. ഇതും ഫ്ലോപ്പായാൽ പിന്നെ ഞാനില്ല ഈ പണിക്ക്. മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ കൃഷ്ണയോടും ജെസ്സിയോടും പങ്കുവച്ച ശേഷം ജോയൽ ഉറപ്പിച്ചു പറഞ്ഞു. ഓഹ്, എത്രാമത്തെ ശ്രമമാണിത്? ഈ ജോബിച്ചായൻ എന്താ ഇങ്ങനെ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും. എനിക്ക് മടുത്തു. ഈ ചായനായിപ്പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ആ തലയ്ക്ക് 2 കൊടുത്തേനെ. ജെസ്സി തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് അടങ്ങെൻ്റെ ജെസ്സി. ഇതും കൂടി നോക്കാം. പറ്റിയില്ലെങ്കിൽ നിർത്താം. പിന്നെ അവരായി അവരുടെ ജീവിതമായി. കൃഷ്ണയും അവസാന വാക്കെന്നോണം പറഞ്ഞു. എങ്കി വാ, നിന്ന് സമയം കളയണ്ട. എടി ജെസ്സി, നീ പോയി ലിയെ വിളിച്ചിട്ട് വാ. ഞാൻ ജോബിച്ചായനെ വിളിക്കാം. കൃഷ്ണ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കോ.
അതും പറഞ്ഞുകൊണ്ട് ജോവിൻ്റെ റൂമിലേക്കും ജെസ്സി പടികൾ ഇറങ്ങി താഴേക്കും പോയി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റും ഒന്ന് കറങ്ങി നോക്കിയ ശേഷം ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൃഷ്ണ നേരെ തറവാട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ റൂമിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മിനി ബാറിനടുത്തേക്ക് പോയി. അവിടെ ചെന്ന് 4 ബിയർ ബോട്ടിലെടുത്ത് 2 കഷത്തും 2 കയ്യിലും വെച്ച് അവൾ കള്ളികളെ പോലെ പമ്മി പമ്മി പുറത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞു നിന്ന് ഡോർ അടയ്ക്കാൻ നോക്കിയെങ്കിലും കൈ നിറയെ ബിയർ ബോട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് കൈ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാതിലടയ്ക്കാൻ നിൽക്കാതെ അവൾ മെയിൻ ബാൽക്കണി ലക്ഷ്യമാക്കി പയ്യെ മുന്നോട്ട് നടന്നു. നിൽക്കടി അവിടെ. പുറകിൽ നിന്ന് ആരുടെയോ കടുപ്പമേറിയ ശബ്ദം കേട്ടതും കൃഷ്ണയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. പെട്ടല്ലോ ഭഗവതി. ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായതും തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കടി കള്ളി. അവളുടെ നിൽപ്പ് കണ്ട് അവളെ പിടിച്ച് തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഒച്ച വെച്ച് നാറ്റിക്കില്ലേ ജോപ്പ. ജോണിനെ നോക്കി കെഞ്ചും പോലെ പറഞ്ഞുകൊണ്ട് അവൾ ചുണുങ്ങി. ഉവ്വേ, നീ ഇതെല്ലാം ചുമന്നുകൊണ്ട് എങ്ങോട്ടായി പോണേ? അവളുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് ജോൺ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇത് ജോപ്പൻ്റെ മോന് വേണ്ടി തന്നെയാ. ഒന്നുകിൽ ഇന്നത്തോടെ എല്ലാം ശരിയാകും, അല്ലെങ്കിൽ ഒരു 3 കുഴി വെട്ടാൻ ആൾക്കാർ ഏർപ്പാടാക്കുവോ? എന്തോന്ന്? കൃഷ്ണ പറഞ്ഞതൊന്നും മനസ്സിലാകാതെ ജോൺ അവളെ സംശയത്തോടെ നോക്കി. അതൊന്നും ഓൾഡ് പീപ്പിൾസിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാം ഉടനെ അറിയിക്കാം. ഇപ്പോൾ എൻ്റെ ജോപ്പം പോകാൻ നോക്ക്. അയാളോട് ഒരു താളത്തിൽ പറഞ്ഞിട്ട് അവൾ വീണ്ടും പമ്മി പമ്മി ബാൽക്കണിയിലേക്ക് നടന്നു. ഇവിടെ ഇനി എന്ത് പണിയാണോ ഒപ്പിക്കാൻ പോകുന്നത്? എല്ലാം ശരിയാക്കി കൊടുക്കണേ കർത്താവേ. അവളുടെ പോക്ക് കണ്ട് ചിരി വന്നെങ്കിലും മുകളിലേക്ക് നോക്കി കുരിശു വരയ്ക്കാൻ മറന്നില്ല ജോൺ.